ഹായ് ഹലോ, രാജു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മ ഒന്ന് പറയാൻ പോണതേ, നമ്മുടെ ഈ മോതിര വിരലില് ഒരു രഹസ്യ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ രഹസ്യ നമ്പർ നമ്മളുടെ കൈകളിൽ ആര് എഴുതി വെക്കുന്നതോ അവരുടെ ജീവിതത്തിൽ ഒരു മഹാ അത്ഭുതം തന്നെ സംഭവിക്കും. പ്രപഞ്ചത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഖ്യയാണിത്. ഏത് ആഗ്രഹവും സാധിക്കാൻ ഏറ്റവും നമുക്ക് ഏറ്റവും അത്രയും എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് ഞാൻ ഈ വിരലിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സംഖ്യ നിങ്ങളും നിങ്ങളുടെ വിരലിൽ എഴുതി വെക്കൂ. ഇത് എഴുതി വെച്ചവർക്കെല്ലാം 100% റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് എഴുതി വെക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സംഖ്യ എഴുതി വെക്കുക. അപ്പൊ ഈ സംഖ്യ ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് നമ്മുടെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ നിക്കോള ടെസ്ലയുടെ ലക്കി നമ്പർ ആണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് എഴുതിയവർക്കൊക്കെ 101% റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊരു വളരെ ഭാഗ്യ നമ്പറാണ്, പ്രപഞ്ചശക്തിയോട് അടുത്ത് നിൽക്കുന്ന നമ്പറാണ്. ഇതെങ്ങനെ എഴുതണ്ടെന്നൊക്കെയാണ് ചോദ്യം അല്ലേ. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ കൈ രണ്ടും കൂടി ഒന്ന് കൂട്ടി ചൂടാക്കണം. ഇത് എഴുതണ സമയത്ത് ഈ രണ്ട് കൈയും കൂടിയും കൂട്ടി ചൂടാക്കി നമ്മൾ കണ്ണിൽ വെക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം മനസ്സിൽ നടന്നതായിട്ട് നമ്മൾ വിചാരിക്കണം. ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് സംശയമൊന്നും പാടില്ല കേട്ടോ. നമ്മളിത് ഏകാഗ്രതയോട് കൂടിയിട്ട് വേണം എഴുതാനായിട്ട്. നമ്മൾ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് റിലാക്സ് ആയിട്ട് വന്നിരുന്നിട്ട് ശ്വാസം ബ്രീത്ത് മേലോട്ടും കീഴോട്ടും നമ്മൾ 3 പ്രാവശ്യം എടുക്കണം. അത് നമുക്കൊന്ന് റിലാക്സ് ആവാനാണ്, ടെൻഷൻ ഒഴിവാവാനുള്ളതാണ്. അപ്പൊ നമ്മൾ മേപ്പെട്ട് ബ്രീത്ത് എടുക്കുക. അപ്പോഴൊക്കെ നമ്മൾ ഭഗവാനെ വിചാരിക്കണം കേട്ടോ. ഒരു മിനിറ്റ് നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കണം. റിലാക്സ് ആയിട്ട് നമ്മൾ മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ മനസ്സിനെ ഒന്ന് നമ്മൾ മാറ്റി നിർത്തണം. സംശയത്തിന്റെ കണികകളൊന്നും ഇല്ലാത്ത ഒരു നല്ല മനസ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇത് എഴുതാൻ ഏറ്റവും രാവിലത്തെ സമയം ഏറ്റവും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ രാത്രി കിടക്കണതിന്റെ തൊട്ട് മുന്നേ നമ്മുടെ ഓറ ക്ലീൻ ആവണ സമയമാണത്. അല്ലെങ്കിൽ രാവിലെ 11:11 കൃത്യത്തിന്. ഈ സമയങ്ങളൊക്കെ പ്രപഞ്ചശക്തിയോട് അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഇനി നിങ്ങൾക്ക് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരുണ്ട് അല്ലേ. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പ്രഭാതത്തിനാണ് കേട്ടോ. ഒരു 3:30 സമയം കഴിഞ്ഞ 6 മണിയുടെ ഉള്ളില്, ഇനി 4 മണിക്കോ 4:30ക്കോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലെ ശക്തി കുറച്ച് കൂടുതലുള്ള സമയമാണ്. ആ സമയത്താണ് നമ്മൾ ഈ സംഖ്യ എഴുതിയിട്ടുള്ളത് വെച്ചാൽ നമുക്ക് കൂടുതൽ പവർഫുൾ ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും. അപ്പൊ ഇതിന് നമുക്ക് ചിലവർ ചോദിക്കുന്നുണ്ട്, മാംസാദികൾ കഴിച്ച് എഴുതാവോ എന്നൊക്കെ. അപ്പൊ നമ്മൾ രാവിലെ പ്രഭാതത്തിന് എഴുന്നേറ്റ് എഴുതുകയാണെങ്കിൽ മത്സ്യമാംസാദികളുടെ ഒന്നും പ്രശ്നമില്ല. കാലും മുഖവും കഴുകി ശുദ്ധമായാൽ മതി. പിന്നെ ഒരു 11 മണി സമയത്താണെങ്കിലും രാവിലെ പ്രഭാത ഭക്ഷണത്തിന് നിങ്ങൾ മത്സ്യമാംസാദികൾ കഴിക്കണ്ട. ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഈ സംഖ്യ ഏതാണെന്ന് എല്ലാവർക്കും ഉണ്ടാകുമല്ലേ. ഇത് എവിടെ എഴുതണം, ഏത് കളർ മഷി കൊണ്ട് എഴുതണം എന്നൊക്കെ. ഏത് കളർ മഷി കൊണ്ട് എഴുതാന്ന് വെച്ചാലും കറുപ്പും നീലയും നിങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും നന്ന്. ചുവപ്പാണ് ഏറ്റവും മോതിരവിരലിന് സൂട്ടാവുന്ന കളറും ചുവപ്പ് കളറാണ്. ഇനി ചുവപ്പ് മഷി ഇല്ലാത്തവർക്ക് പച്ച, നീലയും കറുപ്പും നിങ്ങൾ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ സംഖ്യ ഏതാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതൽ നല്ലത് മോതിരവിരലിൽ എഴുതുന്നതാണ്. കണ്ടോ, 3, 6, 9 369. അപ്പൊ നമ്മൾ ഇത് കാണിച്ചു തന്നു ഞാൻ മോതിരവിരലിൽ എഴുതിയത്. അപ്പോൾ നമ്മളുടെ വലത്തെ കയ്യിലല്ല ഇത് എഴുതേണ്ടത്, ഇടത്തെ കയ്യിലെ മോതിരവിരലിൽ തന്നെ എഴുതണം. കാരണം ഭാഗ്യം കൊണ്ടുവരിക നമ്മളുടെ ഇടത് കൈയാണ് കേട്ടോ. പ്രത്യേകിച്ച് 3, 6, 9 എഴുതുമ്പോൾ ഇടത് കൈ തന്നെയാണ് നമുക്ക് ഭാഗ്യം കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾക്ക് ഇത് കയ്യിൽ എഴുതാൻ സാധിക്കാത്തവർ കുറെ ഉണ്ടാവും. കുളിക്കുമ്പോൾ പോവുമെന്ന് ഒരുപാട് പേർക്ക് ഭയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വെള്ള പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ കിടക്കുന്ന തലയണയുടെ അടിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കിടക്കണ സമയത്ത് ഒന്ന് ഇത് നോക്കുക. മനസ്സിൽ ആഗ്രഹം നമ്മൾ ആഗ്രഹം വിചാരിച്ചിട്ടാണ് ഇത് എഴുതിയത്. അത് ആരും മറക്കണ്ട. ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹം വിചാരിച്ചിട്ടാണ് ഇത് എഴുതുക. അപ്പൊ നമ്മളിത് എഴുതിയിട്ട് നമ്മളെ ഈ തലയണയുടെ അടിയിൽ ഇത് വെക്കുക. നമ്മളൊന്ന് നോക്കുക ഈ 3, 6, 9ലേക്ക്. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് മായാത്തവർ കിടക്കണ സമയത്താണെങ്കിൽ കിടക്കുമ്പോൾ ഒന്ന് നോക്കുക, രാവിലെ എണീറ്റാലും ഒന്ന് നോക്കുക. നമ്മളുടെ ആഗ്രഹം നടന്നതായിട്ട് നമ്മൾ 100% ആഗ്രഹം നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതേപോലെ നമ്മൾ ഒന്ന് കുറച്ചു നേരം മനസ്സുകൊണ്ട് തയ്യാറാവണം. എന്നിട്ട് തന്നെയാണ് അത് എഴുതാനും. അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞാലും കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇതന്നെ വിചാരിച്ച് ഉറങ്ങും ചെയ്യണം. രാവിലെ എണീറ്റാലും ഈ നമ്പറിലേക്ക് ഒന്ന് നോക്കണം. തലയണയുടെ അടിയിൽ എഴുതി വെച്ചവരാണെങ്കിലും
അങ്ങനെ നോക്കൂ. ചിലവർക്ക് കയ്യിൽ എഴുതി വെക്കാൻ ഒരു മടിയാണ്. കയ്യിൽ എഴുതി വെക്കേണ്ടതാണ് സക്സസ് കേട്ടോ. ഏറ്റവും സക്സസ് കയ്യിൽ മോതിര വിരലിൽ എഴുതി വെക്കുക, ഇടത് കയ്യിന്റെ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒന്ന് വീണ്ടും നോക്കുക. അപ്പൊ നമ്മളുടെ ആഗ്രഹം, ഒരുപാട് കുട്ടികൾക്ക് ഇത് ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ മുന്നേ വീഡിയോയിലും ഇത് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഒരുപാട് വാട്സപ്പ് കോൾ വന്നിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ അമ്മേ എന്റെ ആഗ്രഹം നടന്നു കിട്ടിയ അമ്മ, എനിക്ക് 101% വിശ്വാസമായി. ആദ്യമൊന്നും വിചാരിച്ചിട്ടൊന്നല്ല എഴുതിയത്, ഒന്ന് എഴുതി നോക്കിയതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഒന്ന് എഴുതി നോക്കണം കേട്ടോ. അപ്പൊ ഈ 3, 6, 9 എഴുതിയ മാന്ത്രിക സംഖ്യ എഴുതിയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാരും ചെയ്തു നോക്കണം. പിന്നെ ഇതൊക്കെ ചെയ്തവര് കുറെ ഉണ്ടായിരുന്നു, റിസൾട്ട് കിട്ടിയവര്, അവരെല്ലാം കമന്റ് ബോക്സിൽ വന്നിട്ട് 3, 6, 9 എന്ന് എഴുതി വിടണം. അപ്പൊ എനിക്ക് മനസ്സിലാക്കാമല്ലോ അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയവരാണെന്ന്, എഴുതിയവരാണെന്നുള്ളത്. അപ്പൊ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നിങ്ങളൊക്കെ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തില് ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ അങ്ങനെയാകുമ്പോൾ അമ്മ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി അമ്മ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.